വിവാഹം കഴിച്ചാൽ അള്ളാഹു ദാരിദ്ര്യം തരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2 സൗന്ദര്യം. ഐശ്വര്യ റായിയെ മാത്രമേ എല്ലാരും കെട്ടത്തുള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെണ്ണ്, നല്ല വീട്, ദീനുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിറം പോരാ. എല്ലാരും പറയണ മറുപടി, പെണ്ണൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാം പോയിട്ട് പറയുന്നത് ദീനുണ്ട്, നല്ല പെട്ടി, നല്ല അതമുണ്ട്, മര്യാദയുണ്ട്, എല്ലാം ഉണ്ട്, നിറവില്ല. പിന്നെ എല്ലാം നിറവുള്ളതിനെ കെട്ടത്തുള്ളൂ. എടാ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ദീനില്ല, സൗന്ദര്യമുണ്ട്, കെട്ടണ്ട. ദീനില്ല, സൗന്ദര്യമുണ്ട്, സിനിമാ നടിയെ കെട്ടാൻ നടക്കണ കൈമാരില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദീൻ വേണം. ദീനില്ലാതെ കെട്ടിയിട്ട് എന്ത് കിട്ടാനാ? എടോ, ദീനിന് പരിഗണന നിങ്ങൾ കൊടുക്കണം. വെറുതെ അല്ലത് പറയുന്നത്. ഒരു പെണ്ണിന് ദീനുണ്ടെങ്കിൽ നീ കല്യാണം കഴിച്ചോ. പണം വേണ്ട, സൗന്ദര്യം വേണ്ട. സൗന്ദര്യത്തിന് എന്താ പരിഗണന? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിനെയാണ് പരിഗണന കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് കുടുംബ മഹിമ നോക്കുന്നവരുണ്ട്. ദീനെന്ന് പറയുന്നത് വീടിന്റെ പടി പോലും കണ്ടിട്ടില്ല, കറുത്ത അക്ഷരം ഒരെണ്ണം പോലും പഠിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് അറിയപ്പെടുന്ന വലിയ, ഈ നാട്ടിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന കുടുംബത്തിലാ. വേണ്ടടാ ചെറുപ്പക്കാരാ, നിനക്കാ വീട്ടിലൊരു വിലയും ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവിടുന്ന് പരിഗണിക്കേണ്ടത് പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല. പെങ്ങളെ കറുത്തവളാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട. കറുപ്പിന് 7 അഴകാ മോളെ. കറുത്ത നിറമുള്ള പെങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കറുപ്പിന് വല്ലാത്ത അഴകാട്. ഖിയാമത്ത് നാൾ വരെയുള്ള സർവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ ഹാജറ ബീവി കറുത്തവളായിരുന്നു പെങ്ങളോ. അതുകൊണ്ട് തൊലി കറുത്തവരുടെ ഹൃദയം വെളുത്തതാണ്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന ദീൻ നോക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണോ, നിസ്കരിക്കുന്നവളാണോ, ഖുർആൻ ഓതുന്നവളാണോ, ദിക്റുകൾ പറയുന്നവളാണോ, മഹാന്മാരെ സ്നേഹിക്കുന്നവരാണോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. പെങ്ങളോട് പറയുകയാ, ചിരിക്കാനും വാട്സപ്പിൽ പരിചയപ്പെടാനും ഫേസ്ബുക്കിൽ പരിചയപ്പെടാനും 100 കിട്ടും പെങ്ങള്. 5 നേരം നിസ്കരിക്കുന്ന ഒരുത്തനെ വേണം തെരഞ്ഞെടുക്കാൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളെ വേണം. എന്റെ അല്ലാഹുവിന്റെ പ്രവാചകൻ